ഇനി എന്താണ് വെനസ്വേലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മരീന മച്ചാഡോയെ അവിടുത്തെ പ്രസിഡന്റായി കൊണ്ടുവരുമെന്നാണ് ഈ ഒരു ആക്രമണങ്ങൾക്ക് ശേഷം വന്നിരുന്ന വിലയിരുത്തലെങ്കിലും വാർത്താ സമ്മേളനത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് മരീന മച്ചാഡോയ്ക്ക് അവിടെ വലിയ ജനപിന്തുണയൊന്നും ലഭിക്കുന്നില്ല, അതുകൊണ്ട് മരീന മച്ചാഡോയെ അവിടെ പ്രസിഡന്റാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത് വെനസ്വേലയിൽ പ്രസിഡന്റായിട്ട് ആര് വരും, അല്ലെങ്കിൽ അമേരിക്ക ആരെ അവിടെ അവരോധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊരു സൂചന ഇപ്പോൾ CNN ന്യൂസ് നൽകുന്നത് ഇപ്പോൾ അതായത് മദൂറോയുടെ പക്ഷക്കാരിയായിട്ടുള്ള ഡെൽസി റോഡ്രിഗസ് ആണ് അവിടുത്തെ വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റായിട്ട് അവിടെ ചുമതലയേറ്റിരിക്കുന്നു. അവരുമായി സഹകരിച്ച് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറാണെങ്കിൽ അവരെ തന്നെ മുന്നോട്ട് ആ രാജ്യത്തെ നയിക്കാൻ ഏർപ്പെടുത്തും എന്നുള്ള ചില സൂചനകൾ കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മരീന മച്ചാഡോയ്ക്ക് സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും. മാത്രമല്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എഡ്മണ്ട് ഗോൺസാലസിനും അതൊരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇപ്പോൾ നിലവിൽ അമേരിക്കയെ സംബന്ധിച്ച് അവിടുത്തെ ഈ വെനസ്വേലൻ തീരത്തുള്ള അവരുടെ ഈ വെനസ്വേലയ്ക്കകത്തുള്ള ഈ എണ്ണ നിക്ഷേപം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ നോട്ടം. അതിനെ പ്രധാനമായും അവിടുത്തെ ഹാർഡ് ക്രൂഡ് ഓയിലാണ്, ഏറ്റവും കട്ടിയുള്ള ക്രൂഡ് ഓയിലാണ്. അതിനെ നമ്മൾ സാധാരണ ഇന്ധനമായി മാറണമെങ്കിൽ സാധാരണ എണ്ണയെക്കാളും വലിയ റിഫൈൻമെൻറ്റ് ആവശ്യമാണ്, അതിനനുസരിച്ചുള്ള കെമിക്കൽ പ്രോസസ്സ് ആവശ്യമാണ്. അത് അമേരിക്കൻ കമ്പനികളിൽ മാത്രമേ ഉള്ളൂ. 1976 ഇവിടെ നിന്നുള്ള വെനസ്വേലയിൽ നിന്നുള്ള മറ്റ് പുറം രാജ്യത്തുള്ള കമ്പനികളെ അവർ ആട്ടിപ്പായിക്കുകയായിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ വീണ്ടും അമേരിക്ക അതിൻ്റെ ചുക്കാൻ പിടിക്കാൻ എത്തുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ഇവിടെ എത്തും. അവരാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ എണ്ണ ഖനനം ചെയ്യാൻ പോകുന്നത്. അത് തന്നെയായിരുന്നു ഈ ഓപ്പറേഷന്റെ പിന്നിൽ ഡൊണാൾഡ് ട്രംപ് കണ്ടിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി എണ്ണ വ്യാപാരത്തിലൂടെയും കൂടി തങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് അമേരിക്ക നടത്താൻ പോകുന്നത്. എന്തായാലും ഈ മേഖലകളിൽ ഇപ്പോൾ ഈ വെനസ്വേല നമ്മൾ ഈ കാണുന്ന മേഖലകളിലെല്ലാം ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ വലിയ സൈനിക നീക്കമുണ്ട്. മാത്രമല്ല അമേരിക്കയുടെ സൈനികരും വെനസ്വേലയുടെ സൈനികരും ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലൊരു ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ, അവിടുത്തെ അധികാര കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടാൽ അവിടെ അമേരിക്കയുടെ സൈനികർ ഇടപെടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതുപോലെ തന്നെ മദൂറോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മദൂറോയുടെ സൈന്യവും അവിടെ കാവൽ നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല കൊളംബിയയും ക്യൂബയും അടുത്തിനി എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയത്തിൽ, ഇനി അടുത്തത് കൊളംബിയയിലേക്കാണെന്നുള്ള ഒരു സൂചന കൂടി ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അഭിലാഷ്, എന്തായാലും അഭിലാഷ് സൂചിപ്പിക്കുന്നത് പോലെയുള്ള സാഹചര്യമാണ് അവിടെ സംഭവിക്കുന്നത്. എന്തായാലും അമേരിക്ക ലക്ഷ്യം വെച്ചത് വെനസ്വേലയുടെ എണ്ണ സമ്പത്തിൽ തന്നെയോ എന്ന ആക്ഷേപമാണ് അവർക്ക് മുന്നിൽ വലുതായി ഉണ്ടാവുന്നത്. ഇനി അവശേഷിക്കുന്ന ഒരു ചോദ്യം നിക്കോളാസ് മഡൂറോയുടെ ഭാവി എന്താവുമെന്നതാണ്. നമുക്ക് മുന്നിൽ ചില ഉദാഹരണങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, മുമ്പ് ഇറാഖിൻ അധിനിവേശമാണ്. സദ്ദാം ഹുസൈൻ്റെ വിധി തന്നെയോ മഡൂറയ്ക്ക് മുന്നിലുണ്ട് എന്നതാണ്. വിചാരണയ്ക്കൊടുവിൽ സദ്ദാം ഹുസൈനെ അന്ന് അമേരിക്ക തൂക്കിക്കൊല്ലുകയായിരുന്നു. അമേരിക്ക പിടികൂടിയ മഡൂറയ്ക്കും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നതാണ്. എന്തായാലും ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുന്ന മഡൂറയെ വിചാരണ ചെയ്യും. അതിനാണ് നീക്കം. ന്യൂയോർക്ക് തന്നെ വിചാരണ വേണമെന്നതാണ്. അങ്ങനെയെങ്കിൽ നിരവധി ചോദ്യങ്ങളാണ്. നേരത്തെ സദ്ദാം ഹുസൈനും സമാനമായ വിചാരണകളാണ് അന്ന് നേരിടേണ്ടി വന്നത്. ആ സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിൽ. അന്നത്തെ ആ സദ്ദാമിൻ്റെ അവസ്ഥ കൂടി ഉയർന്നു വരികയാണ്. അപ്പോൾ പൊതുവിൽ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നവർ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്, സദ്ദാമിൻ്റെ വഴിയിലേക്ക് തന്നെയാണോ ഈ മഡൂറയും പോകുന്നത്? അമേരിക്ക ഈ വിചാരണയ്ക്കൊടുവിൽ എന്താണ് എടുക്കാൻ പോകുന്ന തീരുമാനം? ഈ വിചാരണയ്ക്കൊടുവിൽ അത്തരമൊരു വിധി ഇവിടെയും നിക്കോളാസ് മഡൂറോയ്ക്കും നേരിടേണ്ടി വരുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഏറെ പ്രസക്തിയുണ്ട് താനും. കാത്തിരിക്കണം എന്ത് സംഭവിക്കുമെന്ന്. അമേരിക്കയുടെ ഈ സൈനിക നടപടി, അതുണ്ടാക്കുന്ന ലോകക്രമം, അതുണ്ടാക്കുന്ന ആകാംക്ഷ, അതുണ്ടാക്കുന്ന ആശങ്ക അതൊട്ടും ചെറുതല്ല. എന്തായാലും വെനസ്വേല എന്ന രാജ്യം, അവിടുത്തെ സാധാരണ ജനങ്ങൾ അഭിവൃദ്ധിയിലേക്ക് മാറുമോ? ഈ സൈനിക നീക്കങ്ങൾ അത്തരമൊരു അവസ്ഥയുണ്ടാക്കുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. എന്തായാലും ഇവിടെ പ്രസക്തമാവുന്നത് ഇനി നിക്കോളാസ് മഡൂറോ എന്ന വെനസ്വേലയുടെ പ്രസിഡന്റിൻ്റെ ഭാവിയാണ്. അമേരിക്ക എടുക്കുന്ന തീരുമാനം നിർണായകമാണ്. സദ്ദാം ഹുസൈൻ്റെ വഴിയിലേക്ക് തന്നെയോ അതേ വിധി തന്നെയോ മഡൂറോയും കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇനി നമുക്ക് നോക്കുന്നത് സ്വർണ്ണ വെള്ളി നിരക്ക്.